ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ആക്ച്വലി ഞാൻ ഇന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. പക്ഷേ രാവിലെ തൊട്ട് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇന്ന് എടുക്കണ്ട, കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നാൽ ചേട്ടൻ ഇന്ന് പോയി എടുക്കണം. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപോവാണ്. കൂട്ടല്ല, മീൻസ് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ. അതിന് ഞാനും പറഞ്ഞു ഞാനിവിടെ വരാം. അങ്ങനെ ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ചേട്ടനെയും കൊണ്ടുവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം. ഒരു കുഞ്ഞു വ്ളോഗാണ്. നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കുന്ന കാണാം. അപ്പം ഞാനിന്ന് എടുക്കുന്നില്ല, കാരണം വണ്ടി വന്നേ. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. മാറ് 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 ഗൈസ്, ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ മഴ കാരണം ഞാൻ ഇല്ലെന്ന് വെച്ച് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാറ്. അങ്ങനെ ഞാൻ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഈ വ്ളോഗിൽ കുറച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. പണിതോ ഇവിടെ ഇതൊക്കെ ഇന്നാണല്ലോ കാണുന്നത്. ഇത് കളറൊക്കെ അടിച്ച്, അല്ല കളറല്ല, പെയിന്റ് വീടിന് പെയിന്റ് അടിച്ച്. ഗൈസ്, ഇതാണ് ബിനോയ് ചേട്ടന്റെ വീട്. ഗൈസ്, അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവന്മാർ വന്നു. അപ്പോൾ ചേട്ടന്മാരാണ് ഫോട്ടോ എടുക്കുന്നത്. വിഷ്ണു ഫുൾ സെറ്റായിട്ടൊക്കെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ പോയിട്ട് ഫോട്ടോ എടുക്കാവേ. ഞാൻ എടുക്കണ്ട, കമ്മൽ പോലും ഇട്ടില്ല. ഞാൻ ഒരുങ്ങി വന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. നമുക്ക് ടൗണിൽ വരെ പോകണം, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടീസ് ഒന്ന് കാണിച്ചു തരാം. കണ്ണൊക്കെ എഴുതി. ഗൈസ്, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ മറ്റേ ആ പടവില്ലേ പെരുമഴക്കാല സിനിമ, അതിൻ്റെ അകത്തെ കാവ്യമാധവൻ അഭിനയിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ ഞാൻ മറന്നു, നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വന്ന് കുമ്പിടാം, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് തിരിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഡയലോഗ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ്, ഞാനിങ്ങനെ അഭിനയിക്കുന്ന റീലൊന്നും അങ്ങനെ എടുക്കാറില്ലായിരുന്നു. അപ്പം അഭിനയിക്കുന്ന റീലൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആക്ച്വലി കോമഡിയാണ് സംഭവം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. മഴ പെയ്യുവാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് മഴ പെയ്യും. ഓക്കെ, അപ്പം അതൊന്ന് സെറ്റാക്കി. അപ്പം അത് കരയാൻ വേണ്ടിയിട്ട് കുറച്ച് പണി കേട്ടു. ആ കരഞ്ഞതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്കിനി നേരെ പോയി ഫോട്ടോ എടുക്കാം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, വിഷ്ണു ചാടി മറിഞ്ഞല്ലോ. ഗൈസ്, എൻ്റെ ഒരു പ്രശ്നം എന്നാ അറിയോ, ദൈവം കുറേ കഴിവുകൾ അങ്ങ് വാരിക്കോരി തന്നു. ഇന്നാ മോളെ കുറച്ച് കഴിവ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും അങ്ങ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് തോന്നുക പോയി കുറച്ച് നേരം ഇരുന്ന് ഡാൻസ് കളിക്കാം. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും പോയി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചാലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും തയ്ച്ചാലോ ഇരുന്ന്. തയ്ക്കാൻ എടുക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും കാര്യം. അങ്ങനെ കുറേ കഴിവുകളൊക്കെ തന്നുകൊണ്ടേ എനിക്കങ്ങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ആരെ കുറ്റം പറയാനല്ലേ. അപ്പം ഞാൻ ഇന്നൊരു ഡാൻസ് പഠിച്ച് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന്ന് കളിക്കണം വിചാരിക്കുന്നു. എൻ്റെ ഒരു എനർജി പോലെ ഇരിക്കും. വയ്യ, ഈ അനങ്ങാതെ ഇരുന്ന് കഴിച്ചേ ഇങ്ങോട്ട് ശരീരം അനങ്ങാനങ്ങ് വയ്യ. എന്നിട്ട് ഓണത്തുമ്പിയൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഓണത്തുമ്പി ഉണ്ടായിരുന്നേ. അമ്മ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ ഓണത്തുമ്പികൾ, അയ്യോ അവിടെ മൊത്തം ഒരു പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഓണമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് മൊത്തം. പിന്നെ ഓണത്തുമ്പി എന്ന് പറയുമ്പോഴത്തേക്കിനും സാധാരണ റെഡ് കളറുള്ളതല്ലല്ലോ, ഒരു മഞ്ഞ കറുപ്പ്, ഇതാണല്ലോ ഓണത്തുമ്പി. അത് കുറേ നാളായിട്ട് വംശനാശം വന്ന പോലെയായിരുന്നു, കാണുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് ഇഷ്ടം പോലെ പാറി പറന്ന് നടക്കുന്നുണ്ട്, കാണത്തില്ല. കണ്ണിലുള്ള എല്ലാ വിക്സൊക്കെ തേച്ചിട്ട് കണ്ണ് തുറക്കത്തുമില്ല, തടിച്ചിരിക്കുക. ഞാൻ പോയിട്ട് എൻ്റെ ഡാൻസിൻ്റെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ.
ഈ അമ്പലം ഞാൻ വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഏത് അമ്പലം അല്ല, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വ്ലോഗൊക്കെ കാണുന്നവർക്കറിയാം. എന്ന് പറഞ്ഞാൽ 10,000 വ്യൂസൊന്നും ഇല്ല, എന്നാലും കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ 2-3 വീഡിയോ ഒപ്പിച്ചു കേട്ടോ. കാരണം ഞാനിപ്പോൾ എപ്പോൾ വന്നാലും കൂടെ വന്നാലും ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. കാരണം എനിക്ക് മടിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ സ്റ്റെപ്പ് മറന്നു പോകും. പെർഫെക്റ്റ് ആയിട്ട് എടുത്തുന്നല്ല, പക്ഷെ എന്നാലും ഇത്തവണ വന്നപ്പോൾ ഒരു 2-3 ഡാൻസ് എടുത്തിട്ടുണ്ട്. അപ്പം നോർമൽ ഒരു ഫോണിനേക്കാളും ഐഫോൺ എടുക്കുമ്പോഴത്തേനും ഡാൻസ് കൊള്ളത്തില്ലെങ്കിലും ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് തോന്നുമല്ലോ. സോ ദേ ശരത്തേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അമ്പലം തുറക്കാറായി കേട്ടോ. നമ്മുടെ വീടിൻ്റെ താഴെ താമസിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ടൗണിൽ വരെ പോകാം ഗൈസ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. മന്തി മേടിച്ചു തരുമോ പ്ലീസ്? മന്തി ഷൂട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചുമന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇവർക്ക് അറിയത്തില്ലല്ലോ ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് മുഖത്തിട്ടതാണ്. ആക്ച്വലി വെയിലടിച്ച ചുമക്കുന്നത് അലർജിയാ. ഇപ്പൊ ഇല്ലാത്ത അലർജി എല്ലാം ഈയിടെ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് മേ ബി അലർജി ആയിരിക്കാം. ബട്ട് കുളിക്കാത്തതിന്റെ ഒന്നല്ല, കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ കുളിച്ചാണല്ലോ എന്നെ പറയുന്നത്. കേസിനെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാമേ. ഇല്ല ഗൈസ്, അങ്ങനെ സുഡിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണേ. വേറൊന്നുമില്ല, ചെറിയ കുറച്ച് ഷോപ്പിങ്. ഇപ്പം ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ പുതിയൊരു പർപ്പിൾ എന്ന് പറഞ്ഞ കട വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കടയിൽ കയറിയിട്ട് ചുമ്മാ ഒന്ന് എല്ലാം നോക്കാം. നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങി വരാം. ഓക്കെ. നല്ല തിരക്കാണ് ഗൈസ്. ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണേ. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ കിടന്നിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പം നമുക്ക് എന്തായാലും കടയിലോട്ട് കയറാമേ. അങ്ങനെ നമ്മൾ പർപ്പിളിൽ കയറി കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മസ്കാര മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ആക്ച്വലി ഞാനത് മേടിച്ചാലും അങ്ങനെ യൂസ് ആക്കാറില്ല. എനിക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു മസ്കാര. വെറുതെ അത്രയും കാശ് മുടക്കി യൂസ് ഇല്ലാത്തൊരു സാധനം മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. ഞങ്ങൾ മന്തി മേടിക്കാൻ വേണ്ടിയിട്ട് അജ്ഫായി വന്നിരിക്കുകയാണ് ഗൈസ്. മുടിപ്പിച്ചു. അപ്പം നമുക്ക് മന്തിയൊക്കെ മേടിച്ചിട്ട്, അല്ല തന്നെ ഈ ഒരു ഇത് മേടിക്കുന്നേക്കാളും നല്ലല്ലേ വയറ് നിറയ്ക്കുന്നത്, ഫുഡ് മുഖ്യം. അതുകൊണ്ട് നമുക്ക് മന്തി മേടിക്കാതെ മന്തി മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. എന്താണ് താങ്കൾക്ക് പർപ്പിളിൽ കയറിയതിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ പൊന്നെ, നാണം കെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളൊരു സാധനം മേടിച്ചാൽ പോരെ. നമ്മളൊരു കടയൊക്കെ വരുമ്പോഴത്തേക്കും അവിടുന്ന് എന്തെങ്കിലും സാധനം മേടിച്ചിട്ടേ ഇറങ്ങാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കൺവീൻസിങ് നമ്മളല്ലേ പൈസ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാനും മേടിക്കാതെ ഇരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് വലിയ നാണക്കേടാണ്. ഇത് കൊണ്ടേ കൊടുത്തിട്ട് അവിടെ പോയിട്ട് ചെസ്റ്റ് പീസ് തരാൻ ചെന്ന് ചോദിച്ചിട്ട് ചെന്ന് മേടിച്ചിട്ടുണ്ടോ? അവിടെ കൊണ്ടു കൊടുക്കുക, അവിടെ കൊണ്ട് കൊടുത്തിട്ട് ചെസ്റ്റ് പീസ് തരാൻ പറ. ചെല്ല്. എവിടെ പോവും? ഇങ്ങോട്ട് പോവാ. അതിനകത്തോട്ട് കയറല്ലോ. എവിടെ പോവാ? അതിനകത്തോട്ടൊന്ന് കയറാൻ. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രോവേർട്ടിസം കൂടുതൽ. ഈ സമയം നമ്മുടെ മന്തി സെറ്റായി തന്നിട്ടുണ്ട്. നമുക്ക് പോയി അത് എടുക്കുക. ഒരു മന്തിക്കുള്ള കാശാണ് ആ പെണ്ടിരി. മസ്കാരയാന്ന് ഓർത്തിട്ട് ഇങ്ങനെ മസ്കാര ഇങ്ങനെ അങ്ങ് തിന്നാ മതി. ഇപ്പം പരിപാടിയൊന്നുമില്ല, നമ്മുടെ വീട്ടിലോട്ട് പോണേ. കേക്കോന്ന് ചോദിക്കാറില്ല, എനിക്കൊരു മൈക്കൊന്നുമില്ല. എന്തെങ്കിലും വേണം ഇനി? ഷേക്ക് വല്ലതും വേണം? ഇതാലേ ഷേക്ക് വല്ലതും വേണം? വേണേ പറ. ഇപ്പൊ എന്റെ പൈസ ഉണ്ട്. നാളെ ഇന്ന് ഞാൻ കാശുകാരനാ, നാളെ ഞാൻ ദരിദ്രനാ. വേണോ? എന്നാ കോളം മേടിക്കും. ഞാനപ്പോ മേക്കാതിന് ഇടാൻ കുറച്ച് കമ്മല് മേടിച്ചായിരുന്നേ.
അതായിരുന്നു നമ്മൾ ആദ്യം മേടിച്ചത്. ആ കടയിൽ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങാണ്. അപ്പം ഞാൻ വണ്ടി ഓടിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഭയങ്കര തിരക്ക്. ഓണമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാ. അതുകൊണ്ട് ഞങ്ങളുടെ റോഡിലോട്ട് കയറുമ്പോഴത്തേക്കിന് ഞാനായിരിക്കും ഗൈസ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നാലല്ലേ പ്രാക്ടീസ് ആകത്തുള്ളൂ. ഇവരാരും എനിക്ക് വണ്ടി ഓടിക്കാൻ തരത്തില്ല. ഞാൻ ആകെ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പൊ ആ റോഡിലോട്ട് കയറുമ്പം വണ്ടി ഓടിക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫേമസ് കത്തീഡ്രൽ പള്ളി. പള്ളി പള്ളി പള്ളി. ഇവിടെ ഏതാ പടം ഷൂട്ട് ചെയ്ത? പാപ്പനോ? പാപ്പനല്ല, ഓ സുരേഷ് ഗോപിയുടെ ഒരു പടം ഇല്ലേ അത്. പിന്നെ ഏതാ ഷൂട്ട് ചെയ്തേ? എന്റെ പിന്നെ ഒരു പടം ഷൂട്ട് ചെയ്തായിരുന്നു ഇവിടെ. അത് ഈ പള്ളി വന്നിട്ടാ കേട്ടോ. വേറെ പൃഥ്വിരാജ് ഷൂട്ട് ചെയ്തായിരുന്നു ഇല്ല, പക്ഷെ ആരാണ്ടൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ഓക്കെ, അതിനെന്തിനാ ഓൺ അടിച്ചേ? അയ്യ, എന്നിട്ട് മൈൻഡ് ചെയ്തില്ല. ഓ ഈ മതി മതി, ഇനിയിപ്പോ ഞാൻ ഓടിക്കാൻ നിർത്ത. പൊന്നാമ്പൽ പൂവിതലും താനേ വിരിയൊന്നില്ലേ. നിർത്തണോ? ഇതെന്തോന്ന് ചുമ്മാ. വണ്ടി ഇല്ലാത്തപ്പോഴല്ലേ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഗവിരി വരുന്നുണ്ട്. എല്ലാരും റോഡിൽ നിന്ന് മറിക്കുക. ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകണം. ഇത് പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയോ, എന്ത് സാധനം മേടിച്ചാലും ആദ്യം നമുക്ക് കഴിക്കാം. ഞാൻ അപ്പത്തെ മന്തിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത്ര ഒന്നുമല്ല, ഇതങ്ങ് ഓഫ് ആക്കിയിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ട് എടുക്കുന്നു. നമുക്ക് കഴിക്കാവേ. മൂട് കളയാൻ കുരുമുളക് മൈക്കും ഒക്കെ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.